നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാന് കഴിഞ്ഞ മണിക്കൂറിൽ വെറുതെ യൂട്യൂബ് ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ചാനലായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ, ആ ചാനലിലെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുൻ DGP ആയിരുന്ന ജേക്കബ് തോമസ് സാർ. ഈ ജേക്കബ് തോമസ് സാറിന്റെ സ്ഥിരമായിട്ടുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ചാനലാണ് AXE എന്നുള്ള എക്സ് ന്യൂസ് എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചാനലാണോ ഇനി അല്ല വേറെ ആരോ നടത്തുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ചാനലിൽ കണ്ട ഒരു വാർത്ത നോക്കൂ, നമ്മുടെ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഭയാനകമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ട അവസ്ഥ എന്നോ കഴിഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ ആരും അത്ര കണ്ടങ്ങട്ട് ഗൗനിക്കുന്നില്ല. കാരണം രാഷ്ട്രീയ തിമിരം ബാധിച്ച, അതല്ല മതവർഗീയത ബാധിച്ച വെറും ഒരു വേസ്റ്റ് ജനങ്ങളായി മാറിയിരിക്കുന്നു നമ്മുടെ ഈ നാട്, ഈ കേരളം എന്നുള്ളത്. ഇസ്ലാമിക ജിഹാദികളുടേതായാലും കമ്മ്യൂണിസ്റ്റ് നരഭോജികളുടേതായാലും ഇനി വേണ്ട രാജ്യം 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച അടിമഗണ്ടികളുടേതായാലും ഇനി സംഘികൾ എന്ന് വിളിക്കുന്ന, രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നോ അവരെ സംഘികൾ എന്ന് വിളിക്കുന്ന, രാജ്യസ്നേഹികളെ സംഘികൾ എന്ന് വിളിച്ച് ചവിട്ടി താഴ്ത്തുന്ന, ഇങ്ങനെ 3-4 വിഭാഗമായിരിക്കുന്ന ഈ നാട്ടിൽ രാഷ്ട്രീയ തിമിരവും അതല്ലെങ്കിൽ മതവർഗീയതും മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു ജനവിഭാഗം, അവർക്ക് ഈ ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ജേക്കബ് തോമസിന്റെ ആ വാക്കുകൾ അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അത് നമുക്ക് ഓരോ ശകലമായിട്ട് കേൾക്കേണ്ടതുണ്ട്. കേട്ടിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് തിരിച്ചു വരാം. കഴിഞ്ഞ ദിവസം ആലുവയിലുള്ള സർക്കാർ ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിലെത്തി അതിന്റെ അകത്തേക്ക് കടക്കാൻ വേണ്ടി ഞാൻ അവിടെ എന്റെ വണ്ടി നിർത്തി. അപ്പോൾ പോലീസ് യൂണിഫോമിലുള്ള ഒരാൾ എന്റെ അടുത്തേക്ക് വന്നിട്ട് എങ്ങോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അകത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല. ആ പുള്ളി പറഞ്ഞു പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് സർക്കാർ സ്ഥലമല്ലേ, പൊതു സ്ഥലമല്ലേ, ഇവിടത്തേക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ, സ്വകാര്യ സ്ഥലമൊന്നും അല്ലല്ലോ. അത് പറഞ്ഞ ഇത് VIP മാർക്കുള്ളതാണ്. അപ്പോൾ VIP മാർക്ക് മാത്രമുള്ള ഒരു സ്ഥലമാണ് ഈ ആലുവ പാലസ് എന്ന് പറയുന്ന ആലുവ ഗസ്റ്റ് ഹൗസ്. ഞാൻ പോയത് അതിന്റെ പുറകില് പെരിയാർ പുഴ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി നിന്ന് ആ പുഴയൊന്ന് കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇത് നമ്മുടെ പൊതുജനങ്ങളുടെ സ്ഥലമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, ഇവിടെ ഈ അറ്റകുറ്റപ്പണി ചെയ്യുന്നതും മറ്റു കാര്യങ്ങൾ നടത്തുന്നതൊക്കെ നിങ്ങളുടെയും എന്റെയും ഒക്കെ നികുതി പണം കൊണ്ടല്ലേ, സർക്കാരിന്റെ പൈസ കൊണ്ടല്ലേ? അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ടകത്ത് കയറി ഒന്ന് കണ്ടുകൂടാം? നിങ്ങൾക്ക് എന്റെ ഐഡന്റിറ്റി കാർഡ് കാണിക്കാം, നിങ്ങളുടെ സന്ദർശന രജിസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ എന്റെ പേര് എഴുതാം, എന്റെ ഫോൺ നമ്പർ തരാം, ഞാൻ ഒപ്പിടാം, എപ്പം വന്നോ എപ്പം തിരിച്ചു പോകുന്നു അതൊക്കെ നിങ്ങൾക്ക്. പിന്നെ എന്നെ ദേഹപരിശോധന നടത്തി എൻ്റെ ബോംബുണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കിക്കോ, നിങ്ങൾ പോലീസ് യൂണിഫോമിലാണല്ലോ, അത് ചെയ്തോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞില്ല. VIP മാരെ മാത്രമേ കടത്തി വിട്ടത്തുള്ളൂ, അല്ലാത്തവർക്ക് ഇത് നിരോധിത മേഖലയാണ് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ യൂണിഫോമിലോട്ട് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ പോലീസുകാരനാണോ? പോലീസുകാരനാണോ ചോദിച്ചു. പോലീസിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അല്ല. അപ്പൊ ഇദ്ദേഹം എങ്ങനെയാണ് ഈ പോലീസിന്റെ യൂണിഫോം ഇട്ട് അവിടെ ഒരു പോലീസുകാരൻ ചെയ്യേണ്ട ഒരു ആക്സസ് കൺട്രോൾ നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞ് VIP മാത്രമേ കേട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ എനിക്ക് മനസ്സിൽ പോയി. എനിവേ, ഇപ്പോഴത്തെ സർക്കാരിന്റെ നയമായിരിക്കാം. ആർക്കും പോലീസ് യൂണിഫോം ചിലപ്പോൾ ഇടാമായിരിക്കാം. അതുപോലെ VIP മാർക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ സർക്കാർ ചെലവില് നടക്കുന്ന പൊതുസ്ഥലത്ത് കയറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സാധാരണക്കാർക്ക് ഈ സർക്കാരിന്റെ ഈ ഗസ്റ്റ് ഹൗസ് ഒരു നിരോധിത മേഖലയാണ് എന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി. ആലുവ പാലസ്. നോക്കൂ, അദ്ദേഹം പറഞ്ഞ് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻ DGP ആയിരുന്നു, അതായത് നമ്മുടെ സംസ്ഥാന പോലീസിന്റെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി, അദ്ദേഹത്തെ അറിയാത്ത ഒരാളും ഈ കേരള അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാൾ ആലുവ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുന്നു. ആ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ തടയുന്നു. അദ്ദേഹത്തെ മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരിക്കാം, ഇനി മനസ്സിലാവാതെയാണെങ്കിലും എന്തായാലും തടഞ്ഞിട്ട് അവിടെ തടഞ്ഞ പോലീസ് യൂണിഫോം ഇട്ട ആൾ പറയുന്നു, ഇത് VIP കൾക്ക് മാത്രമുള്ളതാണ്, നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. നോക്കൂ, ആരാണ് ഈ VIP കൾ എന്ന് ചിന്തിച്ചു നോക്കും. അതായത് ഞാനും എന്നെ കാണുന്ന നിങ്ങളും ഒക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മളെ സേവിക്കാൻ വേണ്ടി സർക്കാർ പല സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന, ഇനി MLA ആയാലും MP ആയാലും വേണ്ടില്ല, ഇനി വലിയ പദവി വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അതല്ലെങ്കിൽ മറ്റേത് സർക്കാർ മേഖലയിലുള്ള ആളുകളാണെങ്കിലും കളക്ടർമാരായിക്കോട്ടെ, ആരായാലും
നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ജനങ്ങളാണ് ഇവിടെ, നമുക്കറിയാം ജനാധിപത്യ രീതിയിൽ ഭരിക്കപ്പെടുന്ന ഈ നാട്ടിൽ ജനങ്ങളാണ് നമ്പർ 1, അതല്ലെങ്കിൽ ജനങ്ങളാണ് സിംഹങ്ങൾ എന്നുള്ളത് നമ്മൾക്കറിയാം. ആ ജനങ്ങളെ VIP കാണാതെ അവരെ വെറും എന്താ പറയുക, വളരെ തെരുവ് പട്ടികൾക്ക് തുല്യമായിട്ട് നീ ഒന്ന് ഇവിടെ കയറിപ്പോയത് VIP കൾക്കുള്ളതാ, നീയൊക്കെ വോട്ട് കുത്താൻ നേരത്ത് ഞങ്ങൾ പറയും ഇതാ കുത്തിക്കോ ഈ തിരഞ്ഞെടുപ്പ് ചിഹ്നം, എന്റെ ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റികയിൽ, അതല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിഹ്നത്തിൽ കുത്തിക്കോ, അത് കുത്താൻ മാത്രമുള്ള ഒരു വ്യക്തിയാണ് നീ. അല്ലാതെ നിനക്ക് ഇത്തരത്തിലുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളിലും കയറാനോ ഒന്നും പറ്റില്ല, അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പോലീസ് യൂണിഫോം ഇട്ട ഒരാൾ പറയുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ പോലീസുകാരനാണോ എന്ന് ചോദിച്ചപ്പോൾ ധൈര്യസമേതം അയാൾ പറയുകയാണ്, അല്ല, ഞാൻ പോലീസുകാരനല്ല എന്നുള്ളതും. ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് സകല വൃത്തികേടുകളും കാണിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഭരണത്തിൽ വന്നതിന് ശേഷം കേരള പോലീസിന്റെ പേര് ഉപയോഗിക്കുക, യൂണിഫോം വരെ ഉപയോഗിക്കുക എന്നുള്ളത് ശബരിമല ആചാര ലംഘന അനുഷ്ഠാനം ഒക്കെ ചവിട്ടിമതിക്കാൻ വേണ്ടി നടന്ന ആ കാലത്ത് നമ്മൾ കണ്ടതാണ്. കാരണം ഭക്തരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് നരഭോജികൾക്ക് ഈ പോലീസ് യൂണിഫോം കൊടുത്തുകൊണ്ട് ഇറക്കി വിട്ടു എന്നുള്ള വലിയ ആക്ഷേപമൊക്കെ അന്ന് തെളിവ് സഹിതം ഒരുപാട് ആളുകൾ കാണിച്ചതാണ്. കാരണം ഒരു കാര്യവുമില്ലാതെ ഭക്തജനങ്ങൾ അവിടേക്ക് പ്രവഹിക്കുന്ന സമയത്ത് അവിടെ കലാപമുണ്ടാക്കാൻ വേണ്ടി ഭക്തജനങ്ങളുടെ തലയ്ക്കടിക്കുക, അതല്ലെങ്കിൽ നാളികേരം എടുത്ത് എറിയുക, അവരെ ഓടിച്ചിട്ട് അടിച്ചോടിക്കുക, കുഞ്ഞു മക്കളെ പോലും വെറുതെ വിടാതിരിക്കുക എന്ന എല്ലാ ചെറ്റത്തരങ്ങളും ചെയ്ത കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ ഈ പോലീസ് യൂണിഫോം ഇട്ട് ചെയ്ത ചെറ്റത്തരങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. ഇനി എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് മലയാളികളെ? നിങ്ങൾ രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ ഉയർത്തിപ്പിടിച്ചോ, അതിന്റെ ആശയങ്ങൾ അത് സാംസ്കാരികപരമായിട്ട് തന്നെ ഉയർത്തിപ്പിടിച്ചോ. പക്ഷെ ഇത് കേരളത്തിനെ എവിടെ എത്തിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള ആപ്തവാക്യം നീ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സംഘിയുടെ, അതല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ആര് ശബ്ദിക്കുന്നോ അവരെ സംഘി പട്ടം നൽകി ചാണകം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന നീ മനസ്സിലാക്കുക. ഇന്ന് ഈ സംഘികൾ പറയുന്ന എല്ലാ കാര്യവും നാളെ സംഭവിക്കാനിരിക്കുന്നത് തന്നെയാണ്. ഇന്ന് എനിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നാളെ അത് നിനക്ക് സംഭവിച്ചിരിക്കും എന്നുള്ളത് അർത്ഥവത്തായി തന്നെ പറയേണ്ടതുണ്ട്, ഉയർത്തി ശബ്ദത്തിൽ തന്നെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പോലീസുകാരുടെ യൂണിഫോം ഇട്ട് ജേക്കബ് തോമസ് എന്ന് പറയുന്ന മുൻ DGPക്ക് തന്നെ ഇത്തരത്തിൽ വലിയൊരു ദുരനുഭവം ഉണ്ടായിട്ടും അദ്ദേഹം അത് പച്ചയ്ക്ക് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടും മലയാളിക്ക് അതൊരു ഭയലേശം എന്നെ കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഇതൊന്നും ഞങ്ങൾക്ക് പുത്തരിയല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് ശീലമായി എന്ന ഭാഷയിൽ, എന്ന രീതിയിൽ കേൾക്കുന്ന മലയാളി മനസ്സിലാക്കുക, ഇവിടത്തെ നമ്മുടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും, അതല്ലെങ്കിൽ നമ്മൾക്ക് സുരക്ഷ നൽകേണ്ട പോലീസ് എന്ന് പറയുന്ന കേരളത്തിന്റെ സംസ്ഥാന സേന, ആ സേനയെ വരെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നാളെ ഇവരിത് ചെയ്യുക, ഏത് രീതിയിലായിരിക്കും എന്നുള്ളതൊക്കെ അനുഭവിച്ച് ഒരുപാട് നമ്മൾക്ക് മുൻപേ അറിയാം. എത്രയോ ആളുകളെ തല്ലിച്ചതച്ചും അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളരെ ക്രൂരമായി മൃഗീയമായിട്ട് മർദ്ദിക്കുന്ന കൊടിയ ക്രൂരതകൾ ചെയ്യുന്ന പോലീസുകാരെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ എല്ലാ പോലീസുകാരെയും നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം ഏകദേശം 60,000-ൽ വരുന്ന ആ സേനയിൽ എത്രയോ ആയിരക്കണക്കിന് നന്മയൂറുന്ന മനുഷ്യന്മാരുണ്ട്, നന്മയൂറുന്ന സേവകരുണ്ട്. ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത് എല്ലാം രാഷ്ട്രീയ ജാതി ഭേദമെന്നെ എല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്യും, ഈ നാടിന്റെ ശാന്തതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് പ്രതിജ്ഞയെടുത്ത ആ പോലീസുകാരെ മുൻനിർത്തി, അതല്ലെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ രാഷ്ട്രീയത്തിന്റെയും ജാതിയുടെയും പേരിൽ, അതല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘി എന്നും സുഡാപ്പി എന്നും അതല്ലെങ്കിൽ കൊങ്ങി എന്നും ഭീകരജീവി നരഭോജികൾ എന്നും കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ച് തമ്മിൽ തല്ലിക്കോ, അതെല്ലാം ചെയ്തോ. പക്ഷെ ഇവിടെ നാട്ടിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അവിടെയും നീ രാഷ്ട്രീയം കലർത്തുന്നു, നീ ജാതിയും മതവും കലർത്തുന്നു. ഇപ്പൊ നമ്മൾ കണ്ടു കാസർഗോഡ് ഒരു സർക്കാർ സ്കൂളിൽ നടന്ന ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടു. അവിടെ നടന്നൊരു കലാപരിപാടി. ആ കലാപരിപാടിയിൽ പലസ്തീന് വേണ്ടി അവിടെ ഒരു മൈം അവതരിപ്പിച്ചു, അതല്ലെങ്കിൽ ഒരു ദൃശ്യാവിഷ്കാരം ആവിഷ്കരിച്ചു. ഈ പലസ്തീനിലെ കുഞ്ഞു മക്കളെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിനെതിരെ എന്ന രീതിയിൽ അവിടുത്തെ മദ്രസ വാണങ്ങൾ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു വിഭാഗം കുട്ടികൾ അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച സമയത്ത് ഈ സ്കൂൾ സർക്കാർ സ്കൂൾ ആയിട്ടുള്ള ഈ സ്കൂളിൽ ഇത്തരത്തിൽ പലസ്തീനോ ഇസ്രയേലിന്റെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾ പുറത്ത് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ അധ്യാപകർ കർട്ടൻ താത്തിക്കൊണ്ട് ആ കുട്ടികളെ അതിന് അനുവദിക്കാത്തതിനെതിരെ ഇന്ന് കലാപാഹ്വാനവുമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും മാമാ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ വഴിയും ഒക്കെ നടക്കുന്ന പ്രചാരണമൊക്കെ നമ്മൾ കാണുന്നു. നോക്കൂ, ഇസ്രയേലിൽ നിന്ന് 100 കണക്കിന് കുരുന്നു കുഞ്ഞുങ്ങളെയാണ്, എന്തിനേറെ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും വേർപ്പെടുത്തി വലിച്ചെറിഞ്ഞുകൊണ്ട് ആ അമ്മയെ പോലും കാമാന്ധരായിട്ടുള്ള കാമഭ്രാന്തന്മാരായുള്ള മദ്രസ പൊട്ടന്മാർ, ഈ പലസ്തീനിലെ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക കൊടും ഭീകരന്മാർ ആ അമ്മയെ കുഞ്ഞിൽ നിന്ന് വേർപ്പെടുത്തി പോലും ബലാത്സംഗം ചെയ്തു കൊന്നു മാത്രമാണോ? നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ കഴുത്ത് നിർദാക്ഷിണ്യം വെട്ടിക്കൊന്നു. പിന്നെയോ ഇസ്രയേലിലെ ഒരുപാട് സ്ത്രീജനങ്ങളെ, നമ്മുടെ എല്ലാം സഹോദരിമാർ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന യഥാർത്ഥ ഭാരതീയന് ലോകത്താകമാനമുള്ളത് എല്ലാവരും സഹോദരിമാർ തന്നെയാണ്. അത്തരത്തിൽ ഇസ്രയേലിലുള്ള സഹോദരിമാരെ നൂറുകണക്കിന് എണ്ണത്തിനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. മാത്രമാണ് കൊന്നു, ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് പോലും ആ മൃതശരീരത്തെ പോലും വെറുതെ വിടാതെ പൂർണ്ണമായ നഗ്നയാക്കിക്കൊണ്ട് തെരുവിലൂടെ വലിച്ചെടുത്ത് അത് മാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്ത് പ്രചരിപ്പിച്ച് എത്ര ക്രൂരത ചെയ്യാൻ പറ്റുമോ ആ ക്രൂരതയെല്ലാം ഇവന്റെയൊക്കെ മദ്രസ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം നീ മാക്സിമം ക്രൂരത പ്രവർത്തിക്കണം. ആ ക്രൂരത കണ്ട് മറ്റുള്ള, അതായത് ഈ പറയുന്ന ഇവന്റെയൊക്കെ വിഭാഗത്തിൽ പെടാത്ത ആളുകളുണ്ടല്ലോ, ഈ കാഫിറുകൾ ഭയന്ന് വിറയ്ക്കുന്ന രീതിയിലായിരിക്കണമെന്ന്. അത്തരത്തിൽ തന്നെ ഇസ്രയേലിനോട് ചെയ്ത കൊടും ക്രൂരത മറന്നുകൊണ്ട് ഇസ്രയേൽ തിരിച്ചടി കൊടുത്തപ്പോൾ അയ്യോ ഞമ്മനെ ഞോവിഞ്ഞ് ഞമ്മലെ കൊഞ്ഞുഞ്ഞേഞ്ഞും പറഞ്ഞ് ഇരവാദം മുഴക്കി കൊണ്ടുവരുന്ന എത്രയോ കിലോമീറ്റർ, ആയിരക്കണക്കിന് കിലോമീറ്ററുള്ള ഇവിടെ ഇത്തരത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധിച്ച് പലസ്തീൻ എന്ന് പറയുന്ന ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാർക്ക് വേണ്ടി ഇത്തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ, ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടോ നിങ്ങൾ നൈജീരിയ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യം, ഇന്നത് ക്രിസ്ത്യൻ രാജ്യമാണോ എന്ന് സംശയമാണ്. അവിടെ 1470ഓളം വരുന്ന നൈജീരിയക്കാരെ ഈ സമാധാന മതക്കാർ വെട്ടിക്കൂട്ടി കൊന്ന് നിരത്തിയിട്ടത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? വേണ്ട, ഇസ്രയേലിൽ നടത്തിയ കൊടും ക്രൂരത, ഹമാസ് നടത്തിയ കൊടും ക്രൂരത കാണാത്തത് എന്താണ് ഈ ജനങ്ങൾ? എന്തുകൊണ്ട് ഈ പറയുന്ന കുവൈറ്റ് ആയാലും ഖത്തർ ആയാലും അല്ലെങ്കിൽ മറ്റു മുസ്ലിം രാജ്യങ്ങളിലൊന്നും ഈ ഹമാസ് അനുകൂല പ്രകടനം പോലും അനുവദിക്കാത്തത്? അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരെ അനുവദിച്ചുകൊണ്ട് അവിടെ പ്രകടനം നടത്താൻ സമ്മതിക്കാതിരിക്കുമ്പോൾ ഇത് ജനാധിപത്യ ഭാരതമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പാവയ്ക്ക വലിപ്പമുള്ള ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന കൊടും വൃത്തികേടുകൾ, അതിനെ അനുകൂലിക്കുന്ന ഭരണവർഗം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പ് വർഗം, ഇവരൊക്കെ എല്ലാം ചെയ്തുകൊണ്ട് ഈ നാടിനെ കുട്ടിച്ചോറാക്കുമ്പോൾ ഇന്ന് ഇതാ പോലീസ് യൂണിഫോമിൽ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ ഇത് നമ്മുടെ ജനങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കടക്കട പുറത്തുനിന്ന് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തോടെ പോലീസ് യൂണിഫോം അണിഞ്ഞുകൊണ്ട് പോലും കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങൾ രംഗത്തുണ്ട് എന്നുള്ളത് മുൻ DGP തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിലെ ആ ഗൗരവം മലയാളികളെ മനസ്സിലാക്കൂ. ഇനി നിങ്ങളുടെ ഈ ചൂണ്ടുവിരലിൽ പതിയാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ മഷിയുണ്ടല്ലോ, ആ മഷി നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഇവിടെ ഇടതും വലതും ഭരിച്ച് മുടിച്ച ഈ നാട്ടിൽ ഒരു മാറ്റം വരണം. ഇവിടെ നീതിയും ധർമ്മവും നടമാടണം. മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പോലെ തന്നെ ഈ കേരളവും കുതിച്ചു പോവണം, ഉയർന്ന് വികസനം വരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഇടതും വലതും കട്ടുമുടിച്ച് ഭരിക്കുന്ന ഈ രണ്ട് കൂട്ടരെയും മാറ്റി നിർത്തി നിങ്ങൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്ഥാനം നൽകേണ്ടതിന്റെ അത്ര കണ്ട് അതിവിദൂരമല്ലാത്ത എത്രയോ ക്രൂരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. കാരണം ഇപ്പോൾ നീയൊക്കെ വെറും തെരുവ് പട്ടിക്ക് തുല്യമാണെന്ന്, ഈ VIP-കൾക്കുള്ളതാണ്, ഈ VIP-കളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഈ തെരുവ് പട്ടികളായിട്ടുള്ള സാധാരണപ്പെട്ട ഞാനടക്കമുള്ള ജനങ്ങൾക്കാണ് എന്നുള്ളത് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കൈവിരലിൽ പതിയാൻ പോകുന്ന മഷിയുണ്ടല്ലോ, അതാണ് ഇവന്റെയൊക്കെ അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന് നമ്മൾ കൊടുക്കുന്ന അനുമതി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യാൻ പഠിക്കുക. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നിക്കുന്ന സമയത്ത് അവരെ വേർപ്പെടുത്താൻ വേണ്ടി പല രീതിയിൽ ഇവിടെ ഇസ്ലാമിക ജിഹാദികളും നരഭോജി കമ്മ്യൂണിസ്റ്റുകളും രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുപിടിച്ച് ഭരിച്ച അടിമ ഗണ്ടി കോൺഗ്രസ്സുകാരൻ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ചിന്തിച്ചുകൊണ്ട് അടിമയാവാതെ ഇനിയെങ്കിലും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ നാടായിരുന്ന ഈ നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റിയ ഇക്കൂട്ടരിൽ നിന്ന് തിരിച്ചു പിടിച്ച് ഈ നാടിനെ വീണ്ടും ദൈവത്തിന്റെ നാടാക്കി മാറ്റാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ജേക്കബ് തോമസ് ഈ പുറത്തു വിട്ടിട്ടുള്ള ഈ വിവരം മാക്സിമം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന്റെ ഗൗരവം അറിയുന്ന അന്നം കഴിക്കുന്നവർ അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു അഭ്യർത്ഥന കൂടെ വെക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.